ടെക്നോളജീസ്. എല്ലാ വിധത്തിലുള്ള ഇലക്ട്രിക്കൽ, പ്ലംബിംഗ്, സോളാർ, വാട്ടർ ഹീറ്റർ, ലൈറ്റിംഗ്സ്, ഇൻവെർട്ടർ, ബാറ്ററി എന്നിവയുടെ സർവീസിംഗ് ചെയ്തു കൊടുക്കുന്നു. സ്പെക് ടെക്നോളജീസ്. എന്നിരിക്കെ തന്നെ വിശ്വാസമുള്ള ആളുകൾക്ക് അവരുടെ വിശ്വാസങ്ങൾ പാലിക്കുവാനുള്ള സൗകര്യങ്ങൾ കൂടി ഉറപ്പുവരുത്തിയിട്ടുണ്ട് എന്നുള്ളത് കൊണ്ടാണ് ആ കാലഘട്ടത്തിലൊന്നും അതിനെതിരായിട്ടുള്ള എതിർപ്പുകളില്ലാതിരുന്നത്. പക്ഷെ ഘട്ടം ഘട്ടമായിട്ട് കോർപ്പറേഷൻ അതിന്റെ അജണ്ടകൾ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഹിന്ദുവിന്റെ ആചാര വിശ്വാസങ്ങൾ മുച്ചൂടും ഇല്ലാതാക്കണം എന്നുള്ള അതിന്റെ നയം അത് നടപ്പിലാക്കുന്നതിന്റെ ഭാഗമായിട്ട് ഇപ്പോൾ തീരുമാനമെടുത്തിരിക്കുന്നത് പരമ്പരാഗത ശ്മശാനം എന്ന സമ്പ്രദായത്തിന് ഇവിടെ ആവശ്യമില്ല. ഇവിടെ ഇനി വൈദ്യുതി ശ്മശാനവും അല്ലാതെയുള്ള ശ്മശാനങ്ങളും മാത്രം മതിയെന്നാണ്. ഹിന്ദുവിനെ സംബന്ധിച്ചിടത്തോളം അതിന്റെ ആചരണ പദ്ധതികൾ മരിച്ചതിന് ശേഷവും ശ്മശാനത്തിലും ചെയ്യേണ്ട നിരവധി കാര്യങ്ങളും അത്തരത്തിലെല്ലാ കാര്യങ്ങളും ഇല്ലായ്മ ചെയ്യണം എന്നുള്ളതാണ് കോർപ്പറേഷൻ തീരുമാനമെടുത്തിരിക്കുന്നത്. ഇത് അംഗീകരിച്ചു കൊടുക്കുവാൻ വേണ്ടി കഴിയുന്ന കാര്യമല്ല. ഹിന്ദുവിന്റെ പരമ്പരാഗത ശ്മശാന ഭൂമി കൈവശം വെച്ച് അത് നടത്തിപ്പോരുന്ന, അതിന്റെ പണം പിരിക്കുന്ന, അതിന്റെ ഭൂമി അന്യാധീനപ്പെടുത്തിക്കൊണ്ട് അനധികൃതമായിട്ട് സ്വത്ത് സമ്പാദിക്കുന്ന കോർപ്പറേഷൻ അധികാരികൾ അവർ തിരുത്തുവാൻ വേണ്ടി തയ്യാറാകണം. അവർക്ക് ഇനി ഒരു നിമിഷം പോലും ഈ ഭൂമി കൈവശം വെക്കുവാൻ വേണ്ടിയിട്ട് അധികാരമില്ല. ഉടനടി തന്നെ കോർപ്പറേഷൻ ഭൂമി തിരിച്ച് ശ്രീകണ്ഠേശ്വരം ക്ഷേത്രത്തിൽ ഏൽപ്പിക്കണം. ശ്രീകണ്ഠേശ്വരം ക്ഷേത്രം ഇത് ഹൈന്ദവ ശ്മശാന ഭൂമിയായിട്ട് നിലനിർത്തി നടത്തുവാനുള്ള സൗകര്യങ്ങൾ ഏർപ്പെടുത്തണം. അതിന് തയ്യാറാകണം. ഇതാണ് ഞങ്ങൾക്ക് ഈ ഘട്ടത്തിൽ പറയുവാനുള്ളത്. കോർപ്പറേഷനോട് എല്ലാ തരത്തിലും നല്ല ഭാഷയിൽ ഞങ്ങൾ സംസാരിച്ചു. ഹിന്ദുവിന്റെ ആചാര വിശ്വാസങ്ങളെ സംരക്ഷിക്കുന്ന സാഹചര്യങ്ങൾ ഉണ്ടാകണമെന്ന് പല ഘട്ടങ്ങളിൽ സംസാരിച്ചിട്ടുണ്ട്. അപ്പോഴൊക്കെ വളരെ നിഷേധാത്മകമായിട്ടുള്ള നയമാണ് കോർപ്പറേഷന്റെ അധികാരികൾ കൈക്കൊണ്ടിട്ടുള്ളത്. ഇനി അത്തരത്തിലുള്ള നയപരമായിട്ടുള്ള നീക്കങ്ങളുമായിട്ട് മുന്നോട്ട് പോകാൻ ഞങ്ങൾക്ക് താല്പര്യമില്ല. ഇവിടെ ഇരിക്കുന്ന ഹൈന്ദവ സാമുദായിക സംഘടന നേതാക്കൾക്കും അതിന് താല്പര്യമില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് തന്നെ കോർപ്പറേഷനോട് ഞങ്ങൾക്ക് ഇനി പറയുവാനുള്ളത്, കോർപ്പറേഷൻ നിരുപാധികം വിട്ടൊഴിഞ്ഞു പോകണം. നിങ്ങൾ അപമാനിക്കുവാൻ വേണ്ടി തുടങ്ങിയത് ഇന്നും ഇന്നലെയുമല്ല. നിങ്ങൾ പതിറ്റാണ്ടുകളായിട്ട് ഈ അപമാനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. നിങ്ങളുടെ കൂടെ ഒത്താശയിലാണ് ഈ ശ്മശാന ഭൂമി പല ആൾക്കാരും കൈയേറ്റം ചെയ്തിട്ടുള്ളത്. മതിയായിട്ടുള്ള സ്ഥല സൗകര്യങ്ങളുള്ള ശ്മശാന ഭൂമിയാണിത്. ഒരുപക്ഷെ കോഴിക്കോട് നഗരത്തിൽ ഇത്രയും സൗകര്യമുള്ള ശ്മശാന ഭൂമികൾ വേറെയില്ല. അത്രയും നല്ല സൗകര്യമുള്ള ഭൂമിയുള്ള, മതിയായ ഭൂസൗകര്യമുള്ള ശ്മശാന ഭൂമി കയ്യേറ്റത്തിന് വിട്ടുകൊടുത്തുകൊണ്ട് അതേസമയം അവിടെ കോർപ്പറേഷന്റെ വേസ്റ്റുകൾ തള്ളുന്ന ഇടമാക്കി മാറ്റിക്കൊണ്ട് ഇപ്പോൾ ഇതാ പറയുകയാണ്, ഞങ്ങള് പരമ്പരാഗത രീതിയിലുള്ള ആചാര പദ്ധതികളൊക്കെ നിരാകരിച്ചുകൊണ്ട് പഴയകാല ആചാരങ്ങൾ സംരക്ഷിക്കുന്ന രീതിയിലുള്ള ശ്മശാനങ്ങളെ ഇല്ലാതാക്കിക്കൊണ്ട് മോഡേണൈസ് ചെയ്യുകയാണ് എന്ന്. മോഡേണൈസ് ചെയ്യുക എന്ന് പറഞ്ഞാൽ അതിൽ പരമ്പരാഗതമായിട്ടുള്ള ആചാരങ്ങൾക്ക് യാതൊരു വിലയും ഞങ്ങൾ കൽപ്പിക്കാൻ വേണ്ടി പോകുന്നില്ല. ഞങ്ങളിതാ ഈ ചാപ്റ്ററിലൂടെ ക്ലോസ് ചെയ്യുന്നു എന്നുള്ളതാണ്. അതിനനുവദിക്കില്ല. എന്തിന്റെ പേരിലാണ് നിങ്ങൾ ഇതിവിടെ ക്ലോസ് ചെയ്യാൻ വേണ്ടിയിട്ട് തീരുമാനമെടുക്കുന്നത്? പരമ്പരാഗതമായിട്ടുള്ള ആചരണ പദ്ധതികളോടുകൂടി തന്നെ ഈ ശ്മശാനം പ്രവർത്തിക്കണം എന്നുള്ള ഉദ്ദേശ ലക്ഷ്യത്തിൽ, താല്പര്യത്തിൽ ലഭ്യമായ ഭൂമി, ആ ലഭ്യമായ ഭൂമിയിൽ അത് നടക്കുന്നില്ല എങ്കിൽ കോർപ്പറേഷൻ മറുപടി പറയേണ്ടി വരും. ആ മറുപടി ഞങ്ങൾ പറയിക്കും എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് കൂടുതൽ പ്രസംഗം ദീർഘിപ്പിക്കുന്നില്ല. കോർപ്പറേഷൻ നിരുപാധികം ഭൂമി വിട്ടൊഴിഞ്ഞു പോകണം എന്നുള്ള ആവശ്യം ഉന്നയിച്ചുകൊണ്ട് എന്റെ വാക്കുകൾ ചുരുക്കുന്നു. ഇന്നത്തെ നിരാഹാര സമരം, ആ സമരത്തിൽ ഭാഗവാക്കുകളായി നിരാഹാരം അനുഷ്ഠിക്കുന്ന സാമുദായിക സംഘടനാ നേതാക്കൾക്ക്, ഹിന്ദു ഐക്യവേദി നേതാക്കൾക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി അഭിവാദനം അർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു. ജയ് സീതാറാം.
കഴിഞ്ഞ കുറേ ദിവസങ്ങളായി ഹിന്ദു ഐക്യവേദിയുടെ ആഭിമുഖ്യത്തിൽ മാവൂർ ചാളത്തറ ശ്മശാനം സംരക്ഷിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് സമരങ്ങൾ നടക്കുകയും അതിനുശേഷം നടത്തിയിട്ടുള്ള പഞ്ചദിന സത്യാഗ്രഹ സമരവും തുടർന്ന് 16 ദിവസം നീണ്ടുനിന്ന സായാഹ്ന ധർണയും അതിനുശേഷം നടക്കുന്ന സാമുദായിക സംഘടനകളുടെ നിരാഹാര സമരവുമാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ സമരത്തിന്റെ നമ്മൾ ഉന്നയിക്കുന്ന ആവശ്യകതകളെ കുറിച്ചൊക്കെ നമ്മുടെ ഉദ്ഘാടകൻ ആയിട്ടുള്ള ഭാർഗവറാംജി ഇവിടെ പ്രസംഗിക്കുകയുണ്ടായി. ഇന്ന് ഇവിടെ നടക്കുന്ന ഒരു സാമുദായിക സംഘടനാ നേതാക്കളുടെ നിരാഹാര സമരമാണ്. ഈ ഒരു സമരത്തിൽ പ്രഖ്യാപിക്കാനുള്ളത് അല്ലെങ്കിൽ അവർ ഈ ബന്ധപ്പെട്ട കക്ഷികളോട് ആവശ്യപ്പെടാനുള്ളത് ഈ മാവൂർ റോഡ് ചാളത്തറ ശ്മശാന ഭൂമിയിൽ പരമ്പരാഗതമായി നടന്നുകൊണ്ടിരിക്കുന്ന ശവസംസ്കാരം അത് നിലനിർത്തണം എന്നുള്ള ഹിന്ദു സമൂഹത്തിന്റെ ന്യായമായ ആവശ്യം അത് അംഗീകരിക്കണം എന്നാണ് കോർപ്പറേഷനോടും അതിന് ബന്ധപ്പെട്ട അധികാരികളോടും ഞങ്ങൾക്ക് സൂചിപ്പിക്കാറുള്ളത്. നമുക്കറിയാം, ഞാൻ കരിമ്പാലം സമുദായ ക്ഷേമ സമിതിയുടെ സംസ്ഥാന അധ്യക്ഷത വഹിക്കുന്ന ആളാണ്. കേരളത്തിലെ പട്ടികവർഗ വിഭാഗത്തിന്റെ ആ ഒരു വിഭാഗത്തിൽപ്പെടുന്ന ഈ കരിമ്പാല സമുദായം അല്ലെങ്കിൽ പട്ടികജാതി വിഭാഗത്തിൽപ്പെടുന്ന മറ്റ് വിഭാഗങ്ങൾ കേരളം 2, 3 അല്ലെങ്കിൽ 10 സെന്റിന് താഴെയുള്ള ഭൂമിയിൽ താമസിക്കുന്ന ആളുകളാണ്. ഇത്തരത്തിലുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു ശ്മശാനം നിലനിർത്തുക എന്നത് വളരെ അത്യാവശ്യമായിട്ടുള്ള കാര്യമാണ്. കാരണം സ്വന്തം ഭൂമിയിൽ 2, 3 സെന്റ് ഭൂമിയിൽ ഒരു ചെറിയൊരു കൂരയും കെട്ടി താമസിക്കുന്ന ആളുകൾക്ക് ആ കുടുംബത്തിലെ ഒരു അംഗം മരണപ്പെട്ടാൽ അതിന്റെ അവസാനത്തെ ഒരു അന്ത്യേഷ്ടി കർമ്മം എന്നുള്ള നിലയിൽ ആ പരിസരത്ത് നടത്താൻ വേണ്ട സാഹചര്യം ഇല്ലാത്ത ഒരു അവസ്ഥ നിലനിൽക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഒരു ശ്മശാനം നിലനിർത്തേണ്ടത് ഈ അടിസ്ഥാന വർഗത്തിൽപ്പെട്ട പട്ടികവർഗ വിഭാഗത്തിന്റെ വളരെ പ്രാധാന്യമേറിയ ഒരു സംഭവം കൂടിയാണ്. അതുകൊണ്ട് തന്നെയാണ് എന്നെ പോലുള്ള ആളുകൾ ഈ വേദി പങ്കിടാനും ഈ ഒരു സമരത്തിന് പരിപൂർണമായിട്ടുള്ള ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുവാനും തയ്യാറാകും. ഞാൻ എൻ്റെ സമുദായത്തിലെ ആളുകളോട് ഈ ഒരു വിഷയമൊക്കെ ഉന്നയിച്ചപ്പോൾ വളരെ സന്തോഷത്തോടുകൂടി ഈ സമരം സംഘാടനം വഹിക്കുവാനും ആ സമരത്തിന് പൂർണ്ണമായിട്ടുള്ള പിന്തുണ നൽകുവാനും വേണ്ടി എന്നോട് ആവശ്യപ്പെട്ടിരിക്കുകയാണ്. നമുക്കറിയാം, ഇത്രയും ദിവസം ഈ ഇത്തരത്തിലുള്ള ഒരു ആവശ്യമായിട്ടുള്ള വളരെ പ്രാധാന്യമേറിയിട്ടുള്ള ഒരു വിഷയം ഉന്നയിച്ചുകൊണ്ട് സമരം നടത്തുമ്പോൾ ഈ കേരളത്തിലെ ഇടതുപക്ഷ ഭരണകൂടം, പ്രത്യേകിച്ച് നിങ്ങൾ കോഴിക്കോട് കോർപ്പറേഷൻ ഭരിക്കുന്നത് ഇടതുപക്ഷമാണ്. ആ ഇടതുപക്ഷ സംവിധാനത്തിന്റെ ഭാഗത്തു നിന്ന് നമ്മൾ നേരിടുന്ന ഹിന്ദു വിരുദ്ധ നിലപാടുകൾ ഇത് ഇന്നും ഇന്നലെയും തുടങ്ങിയിട്ടുള്ളതല്ല. ഓരോ ഹൈന്ദവ ആചാരങ്ങൾക്കും എതിരായിക്കൊണ്ട് നമുക്കറിയാം, ഈ അടുത്ത കാലത്തായി ക്ഷേത്ര ആചാരങ്ങളിൽ വളരെ പ്രാധാന്യം അർഹിക്കുന്ന ഒരു വിഷയമാണ് ആന എഴുന്നത്. അതുപോലെ നിഷേധിക്കുന്ന സംഭവം, ക്ഷേത്രക്കുളങ്ങൾ മത്സ്യ വളർത്ത് കേന്ദ്രങ്ങളാക്കി മാറ്റുന്ന സംഭവങ്ങൾ, ശബരിമല വിഷയം പോലുള്ള ഇത്തരം വിഷയങ്ങളൊക്കെ ഹിന്ദു വിരുദ്ധ നിലപാടുകൾ സ്വീകരിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരു സർക്കാരാണ് കഴിഞ്ഞ ഈ ഒരു 4 വർഷക്കാലത്തോളം കേരളം ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. അതിന്റെ ഒരു ഈ കോഴിക്കോട് കോർപ്പറേഷൻ എടുത്തിട്ടുള്ള ഒരു തീരുമാനവും അതിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ്. പക്ഷെ ഒരു ആത്മാഭിമാനമുള്ള ഒരു ഹിന്ദുവിന് ഇത് അംഗീകരിച്ചു കൊടുക്കാൻ സാധിക്കില്ല എന്നാണ് ഈ ഒരു അവസരത്തിൽ പറയാറുള്ളത്. ഏതായാലും കൂടുതലായി സംസാരിക്കണമെന്ന് ആഗ്രഹിക്കുന്നത് ഈ ഒരു ഹിന്ദു ഐക്യവേദിയുടെ കോഴിക്കോട് ജില്ലാ സമിതിയുടെ നേതൃത്വത്തിൽ നടക്കുന്ന ഈ ഒരു ധർമ്മ സമരത്തിൽ എനിക്ക് ഒരു കാര്യം മാത്രമേ സൂചിപ്പിക്കാറുള്ളൂ. ഈ ഒരു പരമ്പരാഗതമായിട്ടുള്ള ആചാരത്തിന്റെ പേരിൽ നടത്തുന്ന ശവസംസ്കാരം അത് നിലനിർത്താൻ ആവശ്യമായിട്ടുള്ള അതിനെതിരായി നിൽക്കുന്ന ഏത് ശക്തികൾക്കെതിരെയും സംഘടിപ്പിക്കുന്ന സമര പരിപാടികൾ 100% നിങ്ങളോടൊപ്പം ഈ ഹിന്ദു ഐക്യവേദിയുടെ കൂടെ ഞങ്ങൾ ഉണ്ടാകും എന്ന് പ്രഖ്യാപിക്കുവാൻ ഈ ഒരു സന്ദർഭം ഞാൻ ഉപയോഗിക്കുക. ഇതൊരു ധർമ്മ സമരമാണ്.
നമ്മളത് വിജയിപ്പിച്ചേ മതിയാവും. അതിന് ഏതറ്റം വരെ പോകണമെങ്കിലും നമ്മളതിന് തയ്യാറാവേണ്ടി ആയിത്തീരുന്നു. ഈ ഒരു കാര്യം മാത്രമാണ് എനിക്ക് സൂചിപ്പിക്കാറുള്ളത്. ഏതായിരുന്നാലും ഇന്നത്തെ ഈ ഒരു നിരാഹാര സമര പരിപാടികൾ സംബന്ധിച്ചിട്ടുള്ള മറ്റ് ഇതര സമുദായ നേതാക്കൾക്കും എൻ്റെ ആർദ്രവമായ നന്ദി കൂടി രേഖപ്പെടുത്തിക്കൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. ഇന്നത്തെ ഏവർക്കും നമസ്കാരം. അടുത്ത് ശ്രീ MV ഉണ്ണികൃഷ്ണൻ, കേരള വനിക വൈശ്യ സംഘം ജില്ലാ സെക്രട്ടറി. ഇന്നത്തെ നിരാഹാര പരിപാടി ഉദ്ഘാടനം ചെയ്ത ശ്രീ സ്വാമിജി, അതുപോലെ ഹിന്ദു ഐക്യവേദി മറ്റു ഭാരവാഹികളെ, മറ്റു സമുദായ അംഗങ്ങളെ, എല്ലാവർക്കും നമസ്കാരം. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി കോഴിക്കോട് മാവൂർ റോഡ് സംസ്ഥാനത്തിന് മുന്നിൽ ഹിന്ദു ഐക്യവേദി വിവിധ സമര പദ്ധതികൾ തുടങ്ങിയിട്ടുണ്ട്. കോഴിക്കോട് കോർപ്പറേഷന്റെ നീതിക്ക് എതിരായി നമുക്ക് നീതി നമ്മുടെ ഒരു ആവശ്യമാണ്. ഒരു ജന്മാവകാശം പോലെ ഉള്ളതാണ് അന്ത്യേഷ്ടിക്രിയ എന്ന് പറഞ്ഞത്. അന്ത്യേഷ്ടിക്രിയ എന്ന് പറയുന്നത് നമ്മുടെ ജന്മാവകാശമാണ്. അതതിന്റെ പരമ്പരാഗത സമ്പ്രദായത്തിൽ നിന്ന് വ്യതിചലിച്ച് അവർക്ക് തോന്നിയ പോലെ ചെയ്യാനുള്ള ഒരു പുറപ്പാടാണ് കോഴിക്കോട് കോർപ്പറേഷൻ ആരംഭിച്ചിട്ടുള്ളത്. ഭാരതീയ ധർമ്മശാസ്ത്രങ്ങളിൽ എടുത്തെടുത്ത് പറയുന്നുണ്ട് ഷോഡശ സംസ്കാരം, 16 സംസ്കാര ക്രിയ പറഞ്ഞിട്ടുണ്ട്. ഗർഭാധാനം, വംശവനം, ശ്രീമന്തം, രാജകർമ്മം, നാമകരണം, നിഷ്ക്രമണം, അന്നപ്രാശം, ചൂടാകർമ്മം, വർണ്ണവേദം, ഉപനയനം, വേദാരംഭം, സമാവർത്തനം, വിവാഹം, വാനപ്രസ്ഥം, സന്യാസം, അന്ത്യേഷ്ടി. ഇങ്ങനെ 16ാമത്തെ ക്രിയയാണ് അന്ത്യേഷ്ടി എന്ന് പറയുന്നത്. വളരെ പരിപക്വമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അത് പറയുന്ന പേരാണ് നരമേധം. സംസ്കൃതത്തിൽ പറയുന്ന നരമേധം ഒരു യജ്ഞം പോലെ ചെയ്യേണ്ട സാധനമാണ്. ശരീരം ഭസ്മാന്തം ശരീരമാണ്. ശരീരം ഭസ്മമാക്കേണ്ടതാണ്. അതാണ് ഉപനിഷത്തിൽ പറഞ്ഞത്. അപ്പം ശരീരം വെച്ച് അതില് മന്ത്രപൂരിതമായി നെയ്യൊഴിച്ച് അതിനെ 64 ഘടകങ്ങൾ കൂടിയതാണ് മനുഷ്യരീരം. അത് 64ആയിട്ട് വിഘടിക്കണമെങ്കിൽ അഗ്നിക്ക് ഇരയാക്കണം. ഇതാണ് സമ്പ്രദായം. ഭാരതം എന്ന് തുടങ്ങിയോ, അതായത് സിന്ധു നദീതട സംസ്കാരം മുതൽ ഇവിടെ അന്ത്യേഷ്ടിക്രിയ ഈ തന്നെ ചെയ്തുകൊണ്ടിരിക്കും. അതിൽ മാറ്റമില്ല. ഭസ്മാന്തം ഉപനിഷത്ത് പറയുന്നുണ്ട്, ഭസ്മാന്തം ശരീരം. അല്ലാണ്ട് കാലോചിതമായി പരിഷ്കരിക്കേണ്ട ഒന്നല്ല സംസ്കാര ശരീരവും. അത് കോഴിക്കോട് കോർപ്പറേഷൻ ധർമ്മശാസ്ത്രങ്ങളെ കുറിച്ച് പഠിച്ചിട്ടില്ല. പഠിച്ചെങ്കിൽ ഇങ്ങനെ ഒരു ഉദ്യമത്തിന് മുതിരുകയില്ല. കോഴിക്കോട് കോർപ്പറേഷൻ ശരിക്കും ധർമ്മശാസ്ത്രങ്ങൾ പഠിക്കേണ്ടതാണ് ഓരോ സമുദായത്തിന്, പ്രത്യേകിച്ച് ഇങ്ങനത്തെ വിഷയത്തിൽ. അപ്പം ഹൈന്ദവ ധർമ്മശാസ്ത്രം എന്താണെന്ന് മനസ്സിലാക്കാത്തത് കൊണ്ടാണ് അവര് എത്രയും പെട്ടെന്ന് തോന്നിയ മാതിരി ഒരു പരിഷ്കരണം വെച്ചത്. ഇതൊക്കെ ശരിയല്ല. ഇതിന്റെ പരമ്പരാഗത സമ്പ്രദായം നിലനിർത്തുവാൻ വേണ്ടി ഏതറ്റം വരെയും പോകാൻ തയ്യാറാണ്. ഇനി ഇതിന്റെ സമരമുറയുടെ ശക്തി കൂട്ടിയാൽ എങ്കിൽ ഇനി അത് ശക്തി കൂട്ടാനും സമുദായങ്ങൾ തയ്യാറാണ്. ആയതുകൊണ്ട് കോഴിക്കോട് കോർപ്പറേഷൻ ഇങ്ങനെയുള്ള ഈ പരമ്പരാഗത സമ്പ്രദായത്തെ ഇല്ലാതാക്കുന്ന ഈ ഉദ്യമത്തിൽ നിന്ന് പിന്തിരിയണമെന്നാണ് നമുക്ക് പറയാനുള്ളത്. വർഷങ്ങളോളമായി നിലനിൽക്കുന്ന ഈ ശ്മശാന ഭൂമി, അതിന്റെ കുറച്ച് ഭാഗങ്ങൾക്ക് അന്യാധീനപ്പെട്ടു പോയി. അന്യാധീനപ്പെട്ടതല്ല, അത് മറ്റുള്ളവർക്ക് കൈമാറിക്കൊടുത്തു. ഇനിയും എല്ലാ ഭൂമിയുടെ ഭാഗങ്ങൾ കൈമാറുവാൻ വേണ്ടിയാണ് ഇങ്ങനൊരു നൂതന പദ്ധതി ആവിഷ്കരിച്ച് ഇവിടെ നടപ്പാക്കാൻ പോകുന്നത്. അതൊരിക്കലും ശരിയല്ല. ഹൈന്ദവ ആചാരം അനുസരിച്ച് അന്ത്യേഷ്ടിക്രിയ അഗ്നിയിൽ തന്നെ ധരിപ്പിക്കണം. അതിന് സംശയമില്ല കാര്യത്തില്. നമ്മളെ ഋഷീശ്വരന്മാർ ചിട്ടപ്പെട്ട ഒരു സമ്പ്രദായമുണ്ട്. ആ സമ്പ്രദായം അനുസരിച്ചാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്.
അതവിടെ നിലനിർത്തിയേ പറ്റൂ. ഒരിക്കലും അതിൽ നിന്ന് വ്യതിചലിക്കാൻ പറ്റില്ല. ആയതിനാൽ കോഴിക്കോട് കോർപ്പറേഷൻ ഈ സംസ്കാര ക്രിയയുടെ ഈ പരമ്പരാ സമ്പ്രദായം നിലനിർത്തണമെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. നമസ്കാരം. ഇവിടെ നിരാഹാരമനുഷ്ഠിക്കുന്നവരെ ആരാധന നടത്തുവാൻ വേണ്ടി നമ്മുടെ ബഹുമാനപ്പെട്ട ഇന്ത്യക്ക് വേണ്ടി സംസ്ഥാന ജനറൽ സെക്രട്ടറി ഡോക്ടർ ബ്രഹ്മചാരി പാർലമെന്റിയോട് അഭ്യർത്ഥിക്കുന്നു. ശ്രീ ടി എൻ ഗോപാലൻ നെന്മാറൻ സംഘാടന ശ്രീ സുനിൽകുമാർ പുത്തൂർമരൻ SNDP യോഗം ഡയറക്ടർ ബോർഡ് മെമ്പർ, ശ്രീ സുദേവൻ മാളിക ഇന്ത്യക്ക് താലൂക്ക് പ്രസിഡന്റ്, ആ സമരത്തിന് ആശംസകൾ അർപ്പിക്കാനും ഉദ്ഘാടനം ചെയ്യാനുമായിട്ട് എത്തിയിട്ടുള്ള മാന്യ വ്യക്തി ബ്രഹ്മചാരി ഹിന്ദു സംസ്ഥാന ജനറൽ സെക്രട്ടറി ഭാർഗവരാംജിക്ക് ആദ്യമായി നന്ദി പ്രകാശിപ്പിക്കുകയാണ്. ഇവിടെ അധ്യക്ഷപദം അലങ്കരിച്ച ശ്രീ ദാമോദരേട്ടൻ, അതുപോലെ സാമുദായിക നേതാക്കന്മാർ, ഹിന്ദു ഐക്യ നേതാക്കന്മാരുമായിട്ടുള്ള ഗോപാലൻ ചേട്ടൻ, സുധേവൻ ചേട്ടൻ, ഉണ്ണികൃഷ്ണൻ, ശ്രീ പ്രേമാനന്ദൻ. ഞങ്ങളുടെ പ്രോഗ്രാമുകൾ ഇഷ്ടപ്പെട്ടെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ, ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ.